നിങ്ങൾ എന്തെങ്കിലും കാണിക്കും എന്നുള്ളതായിരുന്നു റെസ്പോൺസ്. നമ്മൾ എന്ത് കാണിച്ചാലും ഇത്രയൊക്കെ നിയമനം ഉള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു. ഒഴിവില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ച് കേട്ടിരിക്കാൻ ഞങ്ങൾ മണ്ടരല്ല. പുരുഷ പോലീസ് നിയമനം നടന്നാലേ വനിതാ നിയമനം നടക്കൂ എന്ന രീതി റാങ്ക് ലിസ്റ്റിൽ ഉള്ളവർക്ക് വിനയായി. 570ഓളം വേക്കൻസി ഉണ്ട്. 570 ഒരു പകുതി പോലും ഇല്ല എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. ഇതൊന്നും ഇല്ല എന്നാണ് പറയുന്നത് നമ്മളോട്. നമസ്കാരം. CPO റാങ്ക് പട്ടികയിൽ വന്ന വനിതാ ഉദ്യോഗാർത്ഥികളുടെ നിരാഹാര സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ മണിക്കൂറിൽ ഈ നിരാഹാരം കിടന്നത് ഉൾപ്പെടെയുള്ള നിരവധി വിദ്യാർത്ഥികൾ ഈ പൊരി വെയിലത്ത് സമരം നടത്തുന്നതിനിടെ കുഴഞ്ഞു വീഴുകയും കുറച്ച് വിദ്യാർത്ഥികളെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ സമരം നടത്തുന്ന വിവരം ഈ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നു. എന്തായിരുന്നു റെസ്പോൺസ്? നമ്മൾ സർക്കാരിൻ്റെ അടുത്ത് ഇത്രയും നാൾ അവരുടെ എല്ലാ വാതിലുകളും മുട്ടിയിട്ടുണ്ട്. മാക്സിമം നിയമനം നടത്താം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കാറായപ്പോഴാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മൾ സർക്കാരിൻ്റെ അടുത്ത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമുക്കിനിയിപ്പം എല്ലാവരും സമരത്തിൻ്റെ മുറയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സർക്കാർ പറഞ്ഞത് നിങ്ങൾ എന്തായാലും കാണിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. റെസ്പോൺസ് എന്തെങ്കിലും ചെയ്തോളാം. എന്താ പറഞ്ഞത്? എന്താണ് റെസ്പോൺസ്? എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും കാണിക്കും എന്നുള്ളതായിരുന്നു റെസ്പോൺസ്. നമ്മൾ എന്ത് കാണിച്ചാലും ഇത്രയൊക്കെ നിയമനം ഉള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു. ഒഴിവില്ല എന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറഞ്ഞത്. ഒഴിവില്ല എന്നാണ് പറയുന്നത്. ഒഴിവില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ച് കേട്ടിരിക്കാൻ ഞങ്ങൾ മണ്ടരല്ല. നമ്മളൊരു പൗരൻ്റെ അവകാശമായ വിവരാവകാശ നിയമപ്രകാരം നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ് അവരോട് ചെന്ന് ചോദിച്ചത്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവരെ ഏൽപ്പിച്ചു കൊണ്ടിട്ടുണ്ട്. പക്ഷേ അതിലെല്ലാം പല മുട്ടാതർക്കങ്ങളും പറഞ്ഞിട്ട് അങ്ങനെ ഒരു വേക്കൻസി ഇല്ല എന്നാണ് പറയുന്നത്. അതിൽ 1-2 വേക്കൻസി ഇല്ലെന്ന് പറയുന്ന പോലെയല്ല, 570ഓളം വേക്കൻസി ഉണ്ട്. 570 ഒരു പകുതി പോലും ഇല്ല എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. ഇതൊന്നും ഇല്ല എന്നാണ് പറയുന്നത് നമ്മളോട്. ഈ ലിസ്റ്റിന്റെ കാലാവധി തീരാൻ പോവുകയാണ്. കാലാവധി നീട്ടിത്തരണമെന്നാണോ അല്ലെങ്കിൽ അതിനു മുൻപേ നിയമനം നടത്തണമെന്നാണോ ആവശ്യപ്പെടുന്നത്? ഒരിക്കലും കാലാവധി നീട്ടണമെന്ന് ആവശ്യപ്പെടുന്നതേ ഇല്ല. നമ്മുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുന്നേ പരമാവധി നിയമനം നടത്തുക എന്നുള്ളതാണ്. എന്തായാലും ഇവരുടെ ലിസ്റ്റിന്റെ കാലാവധി 19-ാം തീയതി അവസാനിക്കുകയാണ്. ഈ ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടിത്തരണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നില്ല എന്ന് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ നമ്മളോട് വിശദമാക്കുന്നത്. എന്തായാലും ഇവരുടെ സമരം ശക്തമായി തന്നെ തുടരുകയാണ്. 3 പേർ നിരാഹാരം കിടക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിലുള്ള യുവാക്കളുടെ ഒരു അവസ്ഥയാണ് ഈ ഒരു സമരം നമ്മളോട് ഈ പൊതുസമൂഹത്തോട് വിളിച്ചോതുന്നത് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ ആശാവർക്കർമാരുടെ നിരാഹാര സമരം നടക്കുന്ന വേളയിൽ തന്നെയാണ് ഈ CPO റാങ്ക് പട്ടികയിൽ വന്ന വനിതാ ഉദ്യോഗാർത്ഥികളുടെ നിരാഹാര സമരവും ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് സേനയിൽ ആൾബലമില്ല എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ നിയമനത്തിൻ്റെ കാര്യത്തിൽ ഒച്ചിഴയുന്ന വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ ദയനീയമായ കാഴ്ച തന്നെയാണ് നമുക്ക് ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ കാണുവാൻ സാധിക്കുന്നത്. സംസ്ഥാന പോലീസ് സേനയിലെ സ്ത്രീ പ്രാതിനിധ്യം 15% ആക്കും എന്ന LDF പ്രകടന പത്രികയിലെ വാഗ്ദാനത്തിൻ്റെ ഭാഗമായി 9.1 അനുപാതം ഇക്കുറി നടപ്പാക്കി. എങ്കിലും നിയമനം കുത്തനെ കുറയുകയാണ് ഉണ്ടായിരിക്കുന്നത്. പുരുഷ പോലീസ് നിയമനം നടന്നാലേ വനിതാ നിയമനം നടക്കൂ എന്ന രീതി റാങ്ക് ലിസ്റ്റിൽ ഉള്ളവർക്ക് വിനയായി. സംസ്ഥാനത്ത് 56,000 പേരുള്ള പോലീസ് സേനയിൽ 5,000-ഓളം വനിതകളാണ് ഉള്ളത്. ഒരു സ്റ്റേഷനിൽ കുറഞ്ഞത് 6 വനിതാ CPOമാർ വേണം എന്നുണ്ട്. എന്നാൽ സംസ്ഥാനത്ത് 454 പോലീസ് സ്റ്റേഷനുകളിൽ മിക്കതിലും പകുതി പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും പോലീസ് സേനയിൽ
വനിതാ പോലീസുകാരുടെ എണ്ണം കുറവുണ്ട് എന്ന് പറയുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഈ നിയമനം നടത്താതെ ഇങ്ങനെ തെരുവിൽ ഈ ഉദ്യോഗാർത്ഥികൾ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നത് ഏറെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.